ഹലോ, അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് തമ്പനയിലിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ആദ്യത്തെ ഒരു ക്രീം കേക്ക് പരീക്ഷണമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ആർക്കാലെ കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തത്? എന്നാലും എന്നെപ്പോലെ പിന്നെ ഉണ്ടാക്കുക പിന്നെ ആവാമെന്ന് വിചാരിച്ചിരിക്കണവർക്ക് ഇതൊരു തുടക്കമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. സ്പോഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ടെങ്കിലും കൂടിയിട്ട് ഈ ക്രീം കേക്ക് ഇങ്ങനെ ചെയ്ത് നോക്കണത് ഫസ്റ്റ് ടൈമാണ്. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല എന്നറിയാം, എന്നാലും വീഡിയോ ഇവിടെ ഇടാണ്, കണ്ടു നോക്കുക. പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കണതിൻ്റെ ട്യൂട്ടോറിയലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അളവുകളും ഒന്നും ഞാനിതിൽ പറയണില്ല. ജസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അത് മാത്രം ഞാനിതിൽ കാണിക്കുന്നുള്ളൂ. കാരണം ഇപ്പോൾ ആർക്കാണ് കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാത്ത? എല്ലാവരും കേക്ക് ഉണ്ടാക്കുന്നവരും ട്രൈ ചെയ്യുന്നവരൊക്കെയാണ്. അഫീസ്നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ കൂടിയിട്ട് വരും. ആ ബെൽ ബട്ടണിൽ ഓൾ സെലക്ട് ചെയ്ത് കൊടുത്താലാണ് ഞാൻ ഇനി എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലൊരു സെറ്റപ്പിൽ വേറെ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് അതിൽ ബാറ്റർ ഒഴിച്ച് ബേക്ക് ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ സമയം ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. മുട്ട ഒരുമിച്ചിട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്യണം. യെല്ലോ വൈറ്റും വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും അറിയണ പോലെ തന്നെ പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണ്. മുട്ടൊക്കെ നന്നായി ബീറ്റായി വന്നതിന് ശേഷമാണ് ഈ പഞ്ചസാര പൊടിച്ചത് അതിൽ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വാനില എസൻസ് കുറച്ചുണ്ടായിരുന്നു. അത് ഞാൻ ഈ മുട്ടയും പഞ്ചസാര ബീറ്റ് ചെയ്യണതിൽ കുറച്ച് എസൻസ് അവിടെ ഒഴിച്ചിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പർ മുറിച്ച് വെച്ചതിൽ ഒരു ചെറിയ പശക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയൊരു ബീറ്റ് ചെയ്ത ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ബാറ്റർ. അപ്പോൾ ഈ ഒരു കേക്ക് മേക്കിങ്ങിൽ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുന്നത് എൻ്റെ നാത്തൂനാണ്. അത്യാവശ്യം നല്ല കേക്കുകളൊക്കെ ഉണ്ടാക്കും. അയ്യാൻ്റെയും ഐഷയുടെയും ബർത്ത്ഡേ വ്ളോഗിൽ കണ്ടിരുന്നില്ലേ ഒരു ഡോൾ കേക്ക്? അത് ഉണ്ടാക്കിയതാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഫ്രീസറിൽ നിന്ന് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിട്ട് വേണം നമ്മളിത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ വിപ്പ് ചെയ്തെടുത്തതൊന്നും ഫുള്ളായിട്ട് ഈ കേക്കിലേക്ക് വേണ്ടി വന്നില്ല. അപ്പോൾ നേരത്തെ നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതേ ഈ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ബട്ടർ പേപ്പർ വെച്ചത് ശരിയായില്ല. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ചത് കറക്റ്റ് ആവാത്ത കാരണം സൈഡിലൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക പൊട്ടിപ്പോകുന്ന പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഈ ലെയറുകൾ മുറിച്ച് കൊടുക്കുക. ഇതിപ്പോൾ 2 ലെയറേ ആക്കുന്നുള്ളൂ കേട്ടോ. ഈ ഷുഗർ സിറപ്പാണ് ഈ ക്രീം കേക്കിൻ്റെ സോഫ്റ്റ്നെസ് വരുത്തുന്നതെന്നുള്ള കാര്യം ഇതിൽ നിന്ന് ശരിക്കും മനസ്സിലായി. കാരണം സെക്കൻഡ് ലെയർ
ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വിട്ടുപോയി. അപ്പം അത് കാരണം ആ ഒരു സോഫ്റ്റ്നെസ് കുറഞ്ഞു കിട്ടി. കാര്യം കേക്കൊക്കെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് കേക്കിനൊരു സോഫ്റ്റ്നെസ് കിട്ടണമല്ലോ. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സോഫ്റ്റ്നെസ് വരുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നമുക്കത് ശരിയാക്കാൻ നോക്കാം. അതുപോലെ ക്രീം നമ്മൾ ഇത് ഐസിങ് ചെയ്യണ ഓരോ ടെക്നിക്കുകളൊക്കെ ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഈ കേക്ക് ബേക്കിംഗ് എന്ന് പറയണത് എല്ലാവർക്കും അതൊരു വലിയൊരു സംഭവമല്ലാണ്ടായില്ലേ. പണ്ടൊക്കെ നമ്മളിത് എങ്ങനെയാണെന്നുള്ളത് ബേക്കറികളിൽ നിന്ന് നമ്മൾ ഇത് വാങ്ങി കഴിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഫ്രഷ് കേക്കിനോടാണ് കൂടുതൽ ഇഷ്ടം. ഹോം മെയ്ഡ് കേക്കിനോടാണ് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം. പിന്നെ ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടാക്കാനും അറിയാം. എല്ലാവരും ഇത് വീടുകളിൽ ഉണ്ടാക്കി നോക്കണമുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കണമുണ്ട് എല്ലാവരും. അപ്പം ഞാൻ എന്തായാലും ആദ്യമായിട്ടൊരു പരീക്ഷണം എന്ന നിലയ്ക്ക് ചെയ്തതാണ്. അതുകൊണ്ടാണ് പെർഫെക്റ്റ് അല്ല എന്ന് അറിഞ്ഞിട്ടും ഞാനിതിവിടെ ജസ്റ്റ് പോസ്റ്റ് ചെയ്യണത്. പിന്നെ ഈ ഒരു ഫ്ലവർ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്രീം എടുത്ത് മാറ്റിയിട്ട് അതിൽ കുറച്ച് കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് ഇത്തിരി കുറഞ്ഞു പോയി തോന്നിയിട്ടാണ്. പിന്നെ ഡെക്കറേഷൻ്റെ കാര്യമൊന്നും നോക്കണ്ട, ഇതൊക്കെ വെറും സിമ്പിളായിട്ട് ചെയ്ത് നോക്കിയാണ്. ആ കേക്കൊന്ന് റെഡിയായി കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കേക്ക് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള ക്രീം കൊണ്ട് ഞാനൊരു പുഡിങ് ഉണ്ടാക്കി നോക്കി. ബിസ്ക്കറ്റും പിന്നെ ആ ക്രീം ലെയറും അതുപോലെ ആ ക്രീമിൽ കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള ലെയറും വെച്ചിട്ടൊരു പുഡിങ്. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഫ്രഷ് ക്രീം നമ്മൾ വിപ്പ് ചെയ്ത ക്രീമും അതേപോലെ കൊക്കോ പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് ക്രീം ലെയറും ഇട്ട് കൊടുത്ത്, അതുപോലെ ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ മുകളിൽ നട്ട്സ്, വെറുതെ അതിൻ്റെ മുകളിലായിട്ടൊരു കിറ്റ്കറ്റിൻ്റെ പീസും കൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാലേ ഡിസ്ലൈക്ക് അടിക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. താങ്ക് യു.